നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കഴിഞ്ഞ വർഷത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയ വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ 100 കണക്കിന് അധ്യാപകരാണ് പങ്കെടുത്തത്. മൂല്യനിർണ്ണയത്തിന് വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. 2022-23 വർഷത്തെ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷയുടെ മൂല്യനിർണ്ണയ വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മറുപടി പറയൂ സർക്കാരെ, മറുപടി പറയൂ സർക്കാരെ, മറുപടി പ്രതിഷേധം, അധ്യാപകരുടെ പ്രതിഷേധം, 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 പ്രതിഷേധം. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംഘടനകളായ AHSTA, HSSTA, KHSTU, KHSTA എന്നീ സംഘടനകൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളിൽ നിന്ന് മൂല്യനിർണ്ണയത്തിനായി പണം പിരിച്ചിട്ടും അധ്യാപകർക്ക് നൽകാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്ന് ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പ് ആരംഭിക്കുകയാണ്. മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മൂല്യനിർണ്ണയ ക്യാമ്പിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇവിടെയാണ് അധ്യാപകർ പ്രതിഷേധം നടത്തിയത്. കഴിഞ്ഞ വർഷം കുട്ടികളുടെ കയ്യിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ പിരിച്ചെടുത്തിട്ടുള്ളത്. വേതനം നൽകാത്തത് കടുത്ത അവഗണനയാണെന്ന് സംഘടനയുടെ ജില്ലാ ചെയർമാൻ ഡോക്ടർ സന്തോഷ് കുമാർ പറഞ്ഞു. 2022-23 അധ്യയന വർഷം, അതായത് കഴിഞ്ഞ അക്കാദമിക വർഷം അധ്യാപകർ മൂല്യനിർണ്ണയം നടത്തിയതിൻ്റെ വേതനം ഇതുവരെ ഗവൺമെൻറ് നൽകിയിട്ടില്ല. വളരെ തുച്ഛമായ ആളുകൾക്ക് മാത്രമാണ് സർക്കാർ വേതനം വിതരണം ചെയ്തത്. ഏതാണ്ട് സംസ്ഥാനത്തെമ്പാടും 14 കോടിയോളം രൂപ ഇപ്പോഴും വേതനം നൽകാൻ കുടിശ്ശികയാണ്. ഇപ്പോൾ ഈ മൂവാറ്റുപുഴ സെൻറ്റ് അഗസ്റ്റിൻസ് ക്യാമ്പിൽ മാത്രം ഏറെക്കുറെ 22 ലക്ഷം രൂപയോളം ഇനിയും കഴിഞ്ഞ വർഷത്തെ വേതനം നൽകാനുണ്ട്. കഴിഞ്ഞ വർഷത്തെ വേതനം നൽകുമെന്നുള്ള ഉറപ്പ് ഈ ക്യാമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ്, ഈ വർഷത്തെ ക്യാമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് വേതനം നൽകുമെന്നുള്ള ഉറപ്പ് വിദ്യാഭ്യാസ മന്ത്രിയും ബഹുമാനപ്പെട്ട ഹയർ സെക്കൻഡറി പൊതുപരീക്ഷാ ബോർഡ് സെക്രട്ടറിയും നൽകിയതാണ്. ആ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല. ഗവൺമെൻറ് അധ്യാപകരുടെ കണ്ണിൽ പൊടിയിടാൻ ഈ കഴിഞ്ഞ മാർച്ച് അവസാനം തുക അനുവദിച്ചു എന്നുള്ള ഒരു ഉത്തരവ് ഇറക്കിയതായിട്ട് മാത്രമാണ് ഇപ്പോൾ നമുക്ക് വിവരം ലഭ്യമായിട്ടുള്ളത്. ഇതുവരെ ഇന്ന് ഈ 3-ാം തീയതി ക്യാമ്പ് തുടങ്ങുമ്പോഴും അധ്യാപകർക്ക് വേതനം ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധവുമായി ഫെഡറേഷൻ മുന്നോട്ട് പോവുകയാണ്. ഇനി വേണ്ടി വന്നാൽ അടുത്ത ഘട്ടത്തിൽ ഈ ക്യാമ്പ് സ്തംഭിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതേസമയം SSLC മൂല്യനിർണ്ണയ വേതനം പൂർണ്ണമായും വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വേതനം നൽകിയില്ലെങ്കിൽ മൂല്യനിർണ്ണയ ക്യാമ്പ് ബഹിഷ്കരിക്കുന്നതടക്കമുള്ള സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്ന് അധ്യാപകർ പറഞ്ഞു. പ്രത്യേകിച്ച് അധ്യാപക സമൂഹം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഏറ്റവും ആദരവർഹിക്കുന്ന ഒരു സമൂഹത്തെ പബ്ലിക് പ്ലേസിലേക്ക്, ഒരു സമര മുഖത്തിലേക്ക് ഇറക്കി ഇനിയും വിടാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ സമയത്ത് ആഹ്വാനം ചെയ്യാനുള്ളത്. ഹയർ സെക്കൻഡറി അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നാളിതുവരെ ഹയർ സെക്കൻഡറി മേഖല ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകുവാൻ ഈ അധ്യാപക സമൂഹം എല്ലാ കാലത്തും മനസ്സ് കാണിച്ചിട്ടുണ്ട്. ആ അധ്യാപക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ന്യായമായ ഏറ്റവും മിനിമമായിട്ടുള്ള ആവശ്യമാണ് ചെയ്ത ജോലിക്ക് വേതനം കൊടുക്കുക എന്നുള്ളത്. അതിന് പോലും സന്മനസ് കാണിക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് നെസസിറ്റീസ്, അടിസ്ഥാന ആവശ്യങ്ങളോട് പോലും വേണ്ടത്ര ഗൗരവമായ ഒരു മനോഭാവം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. 23 ലക്ഷം രൂപയോളമാണ് മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകർക്ക് നൽകാനുള്ളത്. സംഘടനാ പ്രതിനിധികളായ സിനോജ് ജോർജ്, ഡോക്ടർ ഷാജി പോൾ, ജോർജ് കെ തോമസ്, ഡോക്ടർ ആൻസി ഐസക്, റെജീന കെ, ബെന്നി വി വർഗീസ്, സിനി ജോർജ് എന്നിവരാണ് പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകിയത്. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.